ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ ഒളവണ്ണ പന്തീരങ്കാവ് ടോൾ പ്ലാസ പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ട് ടോളൊക്കെ പിരിച്ചു തുടങ്ങി. അപ്പോൾ ഈ ടോൾ തുറന്ന സമയത്ത് വളരെയധികം ചർച്ചയായതാണ്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള 28 കിലോമീറ്റർ റീച്ചിൽ പല സ്ഥലത്തും പണികൾ പൂർത്തീകരിക്കാനുണ്ട്. പാലങ്ങളുടെ പണികൾ ഇനിയും നടക്കാനുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പാലാഴി ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയുള്ള വർക്കൊക്കെ പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ രാമനാട്ടുകര മുതൽ നമ്മൾ വെങ്ങളം വരെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. അതിൽ രാമനാട്ടുകര കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് അഴിഞ്ഞിലം അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഒരു പാലം വന്നിട്ടുണ്ട്, അറപ്പുഴ പാലം. അതിന് മുൻപായിട്ട് ആറുവരിപ്പാതിലത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കി നിങ്ങൾ, ആറുവരിപ്പാതിൽ കൂടെ എങ്ങനെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത്. ലോറികളൊക്കെ രണ്ടാമത്തെ ട്രാക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ബൈക്കുകളാണ് ആറുവരിപ്പാതിൽ കൂടെ വരുന്നതും. അപ്പോൾ ഇതിന് മുൻപ് ഒരു നിയമം ഈ അടുത്ത് കർശനമായി വന്നിരുന്നു, ബൈക്ക് ഓട്ടോറിക്ഷ ഒന്നും ഇനി ആറുവരിപ്പാതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നിട്ട് പോലും ജനങ്ങൾ ആറുവരിപ്പാതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് ബൈക്കും ഓട്ടോറിക്ഷ കൊണ്ടുവന്നത്. ഇതിപ്പം അഴിഞ്ഞിലം ഭാഗത്താണ്. അഴിഞ്ഞിലം ഭാഗത്ത് അണ്ടർപാസിന് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. സർവീസ് റോഡ് ഇല്ലാത്ത പ്രദേശമൊന്നുമല്ല. സർവീസ് റോഡ് ഇല്ലാത്തത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറപ്പുഴ പാലം എത്തുമ്പോൾ മാത്രമേ സർവീസ് റോഡ് ഇല്ലാത്തതുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ മാതിരി ആറുവരിപ്പാതിൽ കൂടെ ബൈക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് വല്ലതും കിട്ടുമെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് പോയിക്കൊണ്ടിട്ടോ. അപ്പോൾ എന്തിനാണ് ഇത്ര റിസ്ക് പിടിച്ച് യാത്ര? സർവീസ് റോഡ് നല്ല സർവീസ് റോഡാണ്. ഇപ്പോൾ രാമനാട്ടുകര മുതൽ ഈ ഭാഗം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറപ്പുഴ പാലം വരെ ഒരു കുഴപ്പമില്ലാത്ത സർവീസ് റോഡാട്ടോ. എന്തായാലും ദൈവത്തോടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം. ഞാൻ ഈ വീഡിയോ എടുക്കാൻ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്തിരിക്കുന്നത്. സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ഞാൻ ആറുവരിപ്പാതിൽ കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് സർവീസ് റോഡിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുമുണ്ട്. ഫസ്റ്റ് അറപ്പുഴ പാലം. അറപ്പുഴ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാമനാട്ടുകരയിൽ നിന്ന് നേരെ തൊണ്ടയാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് മൂന്നുവരിപ്പാതയുടെ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മറുഭാഗത്തുള്ള നിലവിലെ പാലം നിലനിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു പാലത്തിന്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുകൾ ഭാഗത്തുള്ള പീർ ക്യാപ്പിന്റെയും ഒക്കെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ പാലത്തിന്റെ സൈഡിലുള്ള ക്രാഷ് ബാരിയർ കട്ട് ചെയ്തിരിക്കട്ടോ. ഇതൊക്കെ പൂർണ്ണമായിട്ട് ജോയിന്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഈ അറപ്പുഴ പാലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ മറുഭാഗത്തും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് അത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് ഒരു ഭാഗത്തുള്ള പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ പാലത്തിന്റെ പണി മറുഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നിലവിൽ 3 വരിയാണ് തുറന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് ട്യൂബുലർ മാർക്കർ വെച്ചിട്ടാണ് പിന്നീട് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ഇവിടെയൊക്കെ ഡൈവേർഷൻ ഉള്ളതാണ്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു എക്സിറ്റ് വരുന്നുണ്ട്. അപ്പം പാലത്തിന്റെ മുകൾ ഭാഗത്തു കൂടെ വന്ന ബൈക്ക് യാത്രക്കാരെല്ലാം നേരെ എക്സിറ്റ് എടുത്ത് സർവീസ് റോഡ് കൂടെ പോവാം. സർവീസ് റോഡൊന്നും വലിയ വിഷയമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 3 FOBകൾ ഈ റീച്ചിലുണ്ട്, പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ 4 പാലങ്ങളാണ് പുതിയത്, 6 ഫ്ലൈ ഓവറുകളുമുണ്ട്. അതിൽ 2 നിലവിലുള്ളത് തന്നെയാണ്. മറുഭാഗത്തായിട്ട് 3 വരി ഫ്ലൈ ഓവർ പുതിയതായിട്ട് പണിതാണ്. ഒന്ന് രാമനാട്ടുകരും അതുപോലെ തന്നെ ഒന്ന് തൊണ്ടയാടും. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വിഷയങ്ങൾ തുടങ്ങുന്നത് ഇനി ഇവിടെ നിന്നാണ്. അപ്പം ഇവിടെ നമ്മൾ നേരെ അറപ്പുഴ പാലം കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ട് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നീട് എൻട്രി എടുത്ത് ആറുവരിപ്പാതിൽ കയറണം. കാരണം സർവീസ് റോഡ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇവിടുന്ന് വലിയൊരു പാറ ഉണ്ടായിരുന്നു. ആ പാറയൊക്കെ പൂർണ്ണമായിട്ട് മുറിച്ച് കളഞ്ഞിട്ടാണ് അവിടെ ആറുവരിപ്പാതയുടെ വീതി കൂട്ടിയിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണി ഇവിടെ നടക്കാനുണ്ട്. ഇതാണ് കൊടൽ നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ സർവീസ് റോഡ് ഇവിടം വരെ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിന്റെ പണി നടക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പന്തീരങ്കാവ് വരുന്നത്. ദേശീയപാത 66 വികസനത്തിൽ ഞാനൊരു പുതിയ മിഷനറി കണ്ടത് ഈ ഭാഗത്ത് വെച്ചിട്ടാട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, റോഡിലേക്ക് തള്ളി വലിയൊരു പാറ ഉണ്ടായിരുന്നു. ഏകദേശം ഈ 3 വരിപ്പാത ഉണ്ടല്ലോ, ഈ 3 വരിപ്പാതന്റെ പകുതിയോളം ഭാഗങ്ങൾ പാറയായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്യുന്ന മിഷൻ ഡയമണ്ട് വയർ സോ മിഷൻ ആദ്യമായിട്ട് ഞാനൊന്ന് കാണുകയാണ്. അതൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഇവിടുത്തെ പാറകളൊക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ ഹലുവ കഷ്ണം മുറിക്കുന്നവർ മുറിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പണി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അടുത്തൊരു എക്സിറ്റ് വന്നിരിക്കുന്നത്. പന്തീരങ്കാവിൽക്കാണ് എക്സിറ്റ് വരുന്നത്. അപ്പം ബൈക്ക് യാത്രക്കാർ നേരെ ആറുവരിപ്പാതിൽ കയറി കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് എക്സിറ്റ് എടുക്കുക. ഇവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എക്സിറ്റ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വാഹനങ്ങൾ ഈ സൈഡിലത്തെ ലൈനിൽ കൂടെ വരുന്നത്. ഇതാണ് ആക്സിലേറ്ററി ലൈൻ. ഈ ലൈനിൽ കൂടെ വരേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. കാരണം നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾ ആ ഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഒരു ഡാഷ് കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അവിടുന്നാണ് ആദ്യം വാഹനം കയറേണ്ടത്. ഇപ്പോൾ ഈ ലോറി കറക്റ്റായിട്ട് കയറിയതാണ്, പക്ഷേ പകുതിയോളം പുറത്താന്ന് മാത്രം. അങ്ങനെ കയറിയിട്ട് വേണം നിങ്ങൾ സർവീസ് റോഡിൽ കയറാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ആക്സിലേറ്ററിങ് ട്രാക്കിൽ കൂടെ കുറച്ച് പതുക്കെ വരണം. പിന്നീട് വേണം നമ്മൾ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാണ് പിന്നീട് പന്തീരങ്കാവ് ഫ്ലൈ ഓവർ. അപ്പോൾ ഇതാണ് പന്തീരങ്കാവ് ഫ്ലൈ ഓവർ. ഈ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണമൊക്കെ അത്യാവശ്യം വലിയൊരു സംഭവം തന്നെയാണ്. കാരണം അത്ര ലെങ്ത്തിലാണ് ഇത്രയും തിരക്കുള്ള കോഴിക്കോട് ബൈപ്പാസിൽ
ഈ ഒരു ഫ്ലൈ ഓവർ നിർമ്മാണം നടത്തിയിരിക്കണം. ഇതേമാതിരി തന്നെ ഇപ്പോൾ വടകര ഒരു വലിയൊരു ഫ്ലൈ ഓവർ നിർമ്മാണം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളും വലുതാന്ന് മാത്രം, ഇതിനേക്കാളും തിരക്കാണ് വടകര ഭാഗത്തുള്ളത്. പക്ഷെ ഇത്രയും തിരക്കുള്ള റോഡിൽ വളരെയധികം വേഗതയിലാണ് KMC ഈ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. പിന്നെ സർവീസ് റോഡ് ഇപ്പോഴും 2 വരി പാതയാണെന്ന് എല്ലാവരുടെയും ധാരണ കേട്ടോ. അപ്പം നമ്മൾ പന്തീരങ്കാവ് നേരെ കഴിഞ്ഞ് വന്നിട്ട് പിന്നീട് ഒരു എൻട്രി എടുക്കുന്നത് നമ്മളെ ഡെക്കാത്തലോൺ എത്തുന്ന തൊട്ട് മുൻപായിട്ട് 60 വരിപ്പാതയിലേക്ക് ഒരു എൻട്രി ഉണ്ട് കേട്ടോ. ആ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് നമ്മളെ മാമ്പുഴ പാലം. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പന്തീരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസ വരുന്നതും. ഈ 6 വരിപ്പാതയുടെ 2 ഭാഗത്തും സർവീസ് റോഡ് ഇല്ലായിട്ടൊന്നുമല്ല, ഇപ്പോഴും ബൈക്കുകാർ ഇതിന്റെ മുകൾ ഭാഗത്തോടെ വന്നു പോകട്ടോ. അപ്പം നിർബന്ധമായും ഇവിടെയുള്ള എൻട്രി എക്സിറ്റിന്റെ ഭാഗത്ത് MVD ഒരു ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നിയമലംഘനങ്ങൾ നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻട്രിയിൽ കൂടെ എക്സിറ്റ് എടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പന്തീരങ്കാവ് ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപ് എക്സിറ്റ് എടുക്കാൻ മറന്ന വാഹനങ്ങൾ നേരെ ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ ഇവിടെ എൻട്രി ഉള്ള ഭാഗത്ത് എക്സിറ്റ് തിരിഞ്ഞു പോവാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മാമ്പുഴ പാലം വരുന്നത്. മാമ്പുഴ പാലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറപ്പുഴ പാലത്തിന്റെ മാതിരി തന്നെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് 3 വരി പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് മറുഭാഗത്ത് നല്ല രീതിയിൽ തന്നെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏകദേശം 6 വരിപ്പാതയുടെ വീതിയിൽ തന്നെയാണ് ഈ പാലം കടന്നു പോകുന്നത്. പഴയ പാലം പുതിയതായിട്ട് നിർമ്മിച്ച ഒരു ഭാഗത്തുള്ള പാലമായിട്ട് ജോയിന്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പുറത്തെ മറുഭാഗത്തുള്ളതാണ് പുതുതായിട്ട് നിർമ്മിച്ച പാലം. അതിന്റെ ഇടതുഭാഗത്തുള്ളതാണ് 3 വരിപ്പാത പൂർണ്ണമായി പണികൾ കഴിഞ്ഞ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ ഒരു ഭാഗത്ത് പുതിയതായിട്ട് പണിത ഭാഗം ഉണ്ടല്ലോ വെച്ച് കഴിഞ്ഞാൽ പഴയ പാലത്തോട് ചേർന്നിട്ട് പണിത ഭാഗം കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തുള്ള 3 വരിപ്പാതിനേക്കാളും വീതിയുള്ള ഭാഗമായി തോന്നുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെയാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടുള്ള ട്രംപറ്റ് ജംഗ്ഷൻ വരാൻ പോകുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമ്മുടെ ഒളവണ്ണ പന്തീരങ്കാവ് ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ എക്സിറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് എക്സിറ്റ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മളെ പാലാഴി ഭാഗത്തുള്ള വലിയൊരു വർക്ക് സർവീസ് റോഡ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എക്സിറ്റിൽ കൂടെ തന്നെയാണ് പല വാഹനങ്ങളും എൻട്രിയും ചെയ്യുന്നുണ്ട് 6 വരിപ്പാതയിലേക്ക്. അതുകൊണ്ട് നമുക്ക് വലിയ കുറ്റം പറയാൻ സാധിക്കുകയില്ല. ഈ മെട്രോമെഡ് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്താണ് എക്സിറ്റ് വന്നിരിക്കുന്നത്. അവിടെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ എത്തുന്ന സമയത്ത് സർവീസ് റോഡിന് വളരെയധികം വീതി കുറവാണ്. എന്നിട്ടുമാണ് ജനങ്ങൾ 2 വേ എന്നുള്ള രീതിയിൽ ഈ ഭാഗത്തൂടെ വാഹനം ഓടിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു എക്സിറ്റും എൻട്രിയും കൂടിയുള്ള ഒരു എക്സിറ്റ് പോയിന്റ് ആണിത്. മെട്രോമെഡ് ഹോസ്പിറ്റൽ നേരെ മുൻഭാഗത്താണ്. നോക്കി നിങ്ങൾ എത്രത്തോളം വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ട്. എന്നിട്ടും ബൈക്കുകളൊക്കെ നേരെ 6 വരിപ്പാതയുടെ മുകൾ ഭാഗത്തോടെ വരുന്നത്. ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് കംപ്ലീറ്റ് ആവാത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മള് തൊണ്ടയാട് ഭാഗത്ത് വരുന്ന സമയത്ത് നമ്മളെ ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപായിട്ടുള്ള സർവീസ് റോഡ് കുറച്ച് പ്രശ്നങ്ങളാണ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഇത് ശരിക്കും എക്സിറ്റ് ആണ്. 6 വരിപ്പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു എക്സിറ്റ് ആണ് ഇവിടെ. അവിടെയാണ് ഇപ്പം എൻട്രി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സർവീസ് റോഡ് ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് പണി നടന്നിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇതേമാതിരി വലിയൊരു പാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാറ, അതേമാതിരി വലിയൊരു പാറ ഉണ്ടെന്ന് പാലാഴി ഭാഗത്തുള്ളത്. ആ പാറ പൂർണ്ണമായിട്ട് മുറിച്ച് ഡയമണ്ട് വയർ സോ മിഷൻ ഉപയോഗിച്ചിട്ടാണ് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം. അത് കണ്ടു നോക്കണം നിങ്ങൾ എങ്ങനെയാണ് ഈ പാറ ഇവിടുന്ന് പൂർണ്ണമായിട്ട് മുറിച്ച് മാറ്റിയത് എന്നുള്ളത്. അപ്പം അവിടെ ഇപ്പോൾ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സർവീസ് റോഡ് ഇവിടെ നിന്നു. പിന്നീട് സർവീസ് റോഡ് തുടങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാലാഴി ഫ്ലൈ ഓവർ തുടങ്ങുന്ന സ്ഥലത്താണ് പിന്നീട് സർവീസ് റോഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള നല്ല വേഗതയിൽ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവിടെ ചെറിയൊരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് പണികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അപ്പോൾ ഇവിടെ മണ്ണിട്ട് പൊന്തിക്കാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിന് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് ഹൈറ്റിൽ കൂടെ പോവാട്ടോ. വലിയ ഹൈറ്റ് ഇല്ല, കുറച്ചൊരു ഹൈറ്റിൽ കൂടെ അങ്ങനെ പോയിട്ട് അതിന്റെ സൈഡിലായിട്ട് പിന്നീട് കോൺക്രീറ്റ് വാളല്ല വരുന്നത്. സർവീസ് റോഡിന് ചേർന്നിട്ട് പൂർണ്ണമായിട്ട് പില്ലറുകളാണ് വരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പൈലിംഗ് നടന്നിരിക്കുന്നു. പൈൽ കേജും പൈൽ ലൈനറൊക്കെ ഇറക്കിയിട്ടുണ്ട്. വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കൂടെയാണ് സർവീസ് റോഡ് ഇനി പോകാനുള്ളത്. ഇവിടെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ വലിയ പാറ മുറിച്ച് ഇങ്ങനെ വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു എത്രയും പെട്ടെന്ന് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിക്കുമെന്ന്. പക്ഷേ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കൊളാപ്സ് ഈ ഭാഗത്ത് ഉണ്ടായത് കേട്ടോ. ഈ ഭാഗം കണ്ട് നിങ്ങൾ ഇവിടെ അതിന്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് സിമെന്റ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് മണ്ണ് കൂട്ടി ഇടിഞ്ഞത്. പിന്നെ സർവീസ് റോഡ് ഇതിന്റെ മുകൾ ഭാഗത്തൂടെ അല്ല പോകുന്നുണ്ട്. സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോകുന്നത്. അപ്പം സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന മണ്ണിനോട് ചേർന്നിട്ടാണ് പിന്നീട് പൈലിങ്ങിന്റെ വർക്ക് നടന്നിരിക്കുന്നത്. അവിടെ ഫുള്ളായിട്ട് പിന്നീട് സൈഡിൽ കോൺക്രീറ്റ് വാളിന് പകരം പൂർണ്ണമായിട്ട് പില്ലറുകളെ ഇരിക്കട്ടെ. നല്ല താഴ്ചയിൽ കാണാൻ പില്ലർ പോയിരിക്കുന്നത്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പൈലിംഗ് നടക്കുന്നുണ്ട്. പൈൽ കേജ് ഇറക്കുന്നുണ്ട്, പൈൽ ലൈനറൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബോർ പൈൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് പിന്നീട് പൈൽ കേജ് ഇറക്കാൻ വേണ്ടിയിട്ട് ഉള്ള വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ. അപ്പൊ ഈ പണി കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി. പിന്നീട് ചെറിയ ചെറിയ വർക്കുകളുള്ളൂ കേട്ടോ. ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർക്കുകൾ. കാരണം അത്രയും ഉയരത്തിൽ നിന്നാണ് ഇപ്പൊ ഇതിന്റെ
വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. കാരണം ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ട് പിന്നീട് 3 വരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞ പ്രദേശമായിരുന്നു. അവിടെ പിന്നീട് ബാരിക്കാടൊക്കെ വെച്ച സമയത്ത് രാത്രി കാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ ഫുള്ളായിട്ട് പൈൽ ചെയ്ത് പില്ലർ അടിയിലേക്ക് ഇറക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് താഴത്ത് കൂടിയാണ് സർവീസ് റോഡ് പോവുക. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇതേമാതിരി പില്ലറുകളാണ് വരിക കേട്ടോ. മണ്ണ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ല താഴ്ചയിലേക്കാണ് പൈലിങ് ചെയ്തിരിക്കുന്നത്. പൈൽ കേജും പൈൽ കേസൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വർക്കുകൾ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ഈ ഭാഗത്തൂടെ സർവീസ് റോഡിൽ പോകുന്ന സമയത്ത് ഇവിടെ സൈഡിൽ പില്ലറുകളായിരിക്കും ഉണ്ടാവും കേട്ടോ. എന്തായാലും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മഴയാണ്, അതിൻ്റേതായ കുറേ വിഷയങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. എന്നാൽ കൂടി നല്ല വേഗതയിൽ തന്നെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട നിങ്ങൾ ഈ തട്ടിൻ്റെ മുകളിൽ കൂടിയാണ് സർവീസ് റോഡ് പോകട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത്. ഇവിടെയൊക്കെയായിരുന്നു വലിയ പാറണ്ടായിരുന്നത്. ഏഷ്യ റോഡ് പകുതിയോളം പാറ തന്നെയായിരുന്നു. അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് വർക്കാണ്. പിന്നീട് ഇവിടുന്ന് ഒരു എക്സിറ്റ് വരുന്നുണ്ട് സർവീസ് റോഡ് കണ്ട നിങ്ങൾ. അപ്പോൾ ഇതാണ് പാലാഴി ഫ്ലൈ ഓവർ. ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗത്താണ് ഈ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഇതിന് മുൻപ് കവർ ചെയ്ത കേട്ടോ. അതൊക്കെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വിറ്റ് നടക്കലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് എടുക്കുന്നതിന് പകരം ചില ആൾക്കാർ നേരെ പോകും. പ്രത്യേകിച്ച് ബൈക്കുകാരാണ് അധികം വഴി തെറ്റുന്നത്. നേരെ കുറേ പോയിട്ട് പിന്നെ കാണാം പോയ വഴിനെ തിരിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അത് ഏറ്റവും വലിയൊരു അപകടം നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ വർക്ക് കാര്യമായിട്ട് നടക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് സർവീസ് റോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മെട്രോമെറ്റിൻ്റെ അവിടെയുള്ള എക്സിറ്റ് കൂടെ കയറി കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് നമ്മൾ ഹൈലൈറ്റ് മാളിൽ അങ്ങോട്ട് പോകുക. അപ്പം നിലവിൽ അവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാലാഴി ഫ്ലൈ ഓവർ എത്രയും മുമ്പായിട്ട് എക്സിറ്റ് എടുക്കുകയാണ്. അവിടുന്ന് പിന്നീട് പൊറ്റമൽ ഭാഗത്തേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. ശരിക്കും ഇതിൽ വലിയൊരു പ്രശ്നം നിങ്ങൾക്കറിയോ? നമ്മൾ ഈ ബൈക്ക് ഓട്ടോറിക്ഷ ഒന്നും ആറുവരിപ്പാതയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതൊരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് എല്ലാ സ്ഥലത്തും ഇല്ലാത്ത വലിയൊരു പ്രശ്നം തന്നെ. കാരണം നമ്മൾ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലത്ത് പിന്നീട് നമ്മൾ ആറുവരിപ്പാതയിൽ കയറും. ആറുവരിപ്പാതയിൽ കയറി നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് സർവീസ് റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് പിന്നീട് നമ്മൾ എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആറുവരിപ്പാതയിലൂടെ കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വരും. കാരണം പിന്നീട് അത് എൻട്രി ആയിരിക്കും വരിക. പിന്നീട് നമ്മൾ എക്സിറ്റ് എടുക്കാൻ പിന്നെ ഏകദേശം കിലോമീറ്ററോളം പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു വിഷയം ഈ ഭാഗത്തുണ്ട്. ശരിക്കും നന്നായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ വ്യക്തമായിട്ട് നമുക്ക് സർവീസ് റോഡ് ആറുവരിപ്പാത ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ബൈക്കുകാർക്കും ഓട്ടോറിക്ഷക്കാർക്കും. അതുപോലെ തന്നെ പണ്ട് പറഞ്ഞിരുന്നു ഇതുപോലുള്ള ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് ജിമ്മ്, പാർക്ക്, പിന്നെ എന്താ പറയുക കഫേകളൊക്കെ വരുന്നു. പക്ഷെ ഇവിടെ ഒന്നും അത് വന്നിട്ടില്ല. ഭാവിയിലേക്ക് വരുമായിരിക്കും. എന്തായാലും പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് എല്ലാം ഓപ്പണായി കഴിയുമ്പോഴേക്കും പിന്നീട് വരിക. പിന്നെ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കൊണ്ടിട്ട് ഏറ്റവും വലിയ നിയമലംഘനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ വിചാരം ഇത് 2 വേ ആണെന്ന് വിചാരം. നോക്കിയാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയൊക്കെ ചില സ്ഥലത്ത് ഒരു വാഹനം കഷ്ടിപ്പോവുക എന്ന് വെച്ചാൽ 2 വാഹനങ്ങൾക്ക് കഷ്ടിപ്പോകാൻ സ്ഥലമില്ല. എന്നിട്ട് പോലും ഇവിടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് പൊറ്റമ്മൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ചില ആളുകൾ ഓപ്പോസിറ്റ് ഈ റോഡിൽ തന്നെ തിരിച്ചു വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അടിപ്പാത വരുന്നുണ്ട്. പാലാഴി ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ ശരിക്കും പോകേണ്ടത് ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപ്പാത ഉണ്ട്. ഈ അടിപ്പാതൻ്റെ അടിഭാഗത്ത് കൂടെ കയറി മറുഭാഗം വന്നിട്ട് വേണം നമ്മൾ പാലാഴി റോഡിലേക്ക് എത്താൻ. പക്ഷേ പല ആളുകളും ഇങ്ങനെ പോകാൻ മടിയുള്ളതുകൊണ്ട് നേരെ നമ്മൾ വന്ന വഴി തന്നെ റിട്ടേൺ പോവാണ്. 2 വേ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ നേരെ ഹൈലൈറ്റ് മാളിന് മുൻപിൽ ചെന്നിട്ട് പിന്നെ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പാലാഴി റോഡ് കാണുമല്ലോ. അങ്ങനെയാണ് ചെയ്യണത്. അതൊക്കെ ഏറ്റവും വലിയ തെറ്റാട്ടോ. കാരണം ഈ സർവീസ് റോഡിൽ പോലും നമ്മൾ നിയമം തെറ്റിച്ച് അപകടത്തിൽ സംഭവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ വലിയ വിഷയം തന്നെയായിരിക്കും. അപ്പോൾ 28 കിലോമീറ്റർ വരുന്ന രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ സർവീസ് റോഡിലെ പണികൾ നടക്കാനുള്ള ആകെ നമ്മളെ ഈ ഭാഗം വരെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകരനോട് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് 2-3 സ്ഥലത്ത് വെച്ചാൽ ലാസ്റ്റ് പാലാഴി വരെ ഉള്ളൂ. ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ശരിക്കും 2 വാഹനങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയും കൂടി ഇല്ല. എന്നിട്ട് പോലും ആളുകൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 എന്ന രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. ഇവിടെയൊക്കെ വളരെ വീതി കുറഞ്ഞ സ്ഥലം. ഏകദേശം 2 വരിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും 3/4 ഭാഗം മാത്രമേ ഉള്ളൂ. നോക്കി ഈ ഭാഗം ഇടുങ്ങിയ സ്ഥലമാണ്. ഒരു വാഹനം തന്നെ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക എതിർഭാഗത്ത് ഒരു വാഹനം വന്നുള്ള അവസ്ഥ. അപ്പോൾ ഇതാണ് തൊണ്ടയാട് എക്സിറ്റ് എടുക്കുക. ആറുവരിപ്പാതയിലൂടെ വരുന്ന വാഹനം എക്സിറ്റ് എടുക്കുക. ഇവിടെയൊക്കെ സർവീസ് റോഡ് കംപ്ലീറ്റ്. ഇവിടെ നിങ്ങളൊരു പേടിയും പഠിക്കണം. നേരെ അടിച്ചു വിട്ടോളി സർവീസ് റോഡ് കൂടെ വെങ്ങളം വരെ. അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ പാലങ്ങൾ വരുമ്പോൾ മാത്രം സർവീസ് റോഡ് നിങ്ങൾ ആറുവരിപ്പാതയിൽ കയറുക. പിന്നെ പാലം കഴിഞ്ഞ ഉടനെ സർവീസ് റോഡിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് യാത്ര തുടരുക കേട്ടോ. പിന്നെ പ്രശ്നങ്ങൾ നിങ്ങളെല്ലാവരും പറയുന്ന മാതിരി തന്നെ ഹമ്പുകൾ മാത്രമുള്ള ഹമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ കൂടുതലായിട്ട് സർവീസ് റോഡിൽ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സർവീസ് റോഡ് തിരക്ക് കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക വാഹനങ്ങളും വെച്ചാൽ ബൈക്ക് ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആറുവരിപ്പാതയിൽ കൂടെ പോകുന്നത് നിയമം കർശനമാക്കി കഴിഞ്ഞാൽ സർവീസ് റോഡിലും തിരക്കുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ തൊണ്ടയാട് ജംഗ്ഷൻ കണ്ട് പിന്നീട് ഒരു എൻട്രിയാണ് സർവീസ് റോഡിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ബാധകമല്ല. ഇവിടെ കണ്ടൊരു ബൈക്കാരൻ കയറിയത് എൻട്രി ഉള്ള സ്ഥലത്ത് എക്സിറ്റ് എടുത്ത് ബൈക്കാരൻ വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ വീതി കുറവ് തന്നെയാണ് സർവീസ് റോഡ്. ഇവിടുന്ന് പിന്നീട് നമ്മൾ മലാപ്പറമ്പ് വരെ വലിയ റിസ്ക് പിടിച്ച യാത്ര തന്നെ. ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നോക്കിയാൽ നിങ്ങൾ വാഹനങ്ങൾ എതിരെ വരുന്നത്. കാരണം ഈ മലാപ്പറമ്പിൽ നിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മലാപ്പറമ്പ് ഓവർപാസ് കഴിഞ്ഞ് അപ്പുറം കടന്നിട്ട് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകണം. ഈ തൊണ്ടയാട് ഭാഗം നല്ല തിരക്കുമാണ്. കാരണം മെഡിക്കൽ കോളേജിൽ വരുന്ന റോഡും ഒക്കെ കൂടിയായിട്ട് വലിയ തിരക്കാണ് അവിടെ സർവീസ് റോഡ്. അപ്പോൾ പല ആളുകളും ഇവിടുന്ന് നേരെ നമ്മളെ മെഡിക്കൽ കോളേജിൽ പോകാനും അതുപോലെ തന്നെ കോഴിക്കോട് ടൗണിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെ ചവരമ്പലം ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ നേരെ ഈ നമ്മള് തൊണ്ടയാട് നിന്ന് നേരെ മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ ഇതാണ് അവസ്ഥ. അപ്പൊ സർവീസ് റോഡിന്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തൊണ്ടയാട് വരെ വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല. അവിടെ 2-3 സ്ഥലത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇനി അടുത്ത പാലം വന്നിരിക്കുന്നത് പുറക്കാട്ടിരി പാലം. ഈ പുറക്കാട്ടിരി പാലത്തിന്റെ അവിടെയാണ് ഇപ്പൊ കാര്യമായിട്ട് പണികൾ നടന്നിരിക്കുന്നത്. കാരണം അവിടെ നിലവിൽ പാലം നിലനിർത്തിയിട്ട് മറുഭാഗത്ത് 3 വരി പാലത്തിന്റെ പണി പൂർത്തിയായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ 2 സൈഡിലേക്കുള്ള വാഹനങ്ങൾ ആ ഭാഗത്തൂടെ കടന്നു പോകുന്നത്. മറുഭാഗത്ത് പുതുതായിട്ട് ഒരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി ഇവിടെ സ്റ്റീൽ ഗാർഡറോ PSC ഗാർഡറോ അല്ല, ഇവിടെ യു ടൈപ്പ് ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഈ യു ടൈപ്പ് ഗാർഡറിന് പ്രത്യേകതകൾ കുറെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതിനു മുൻപൊക്കെ നമ്മൾ പാലങ്ങൾ നിർമ്മിക്കുന്നത് കണ്ടിരുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും പാലം നിർമ്മിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊരു ചെറിയൊരു മാറ്റം വന്നിരുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ അവിടെ സൈഡിലുള്ള ക്രാഷ് ബാരിയർ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്ലാസ് ടൈപ്പ് കമ്പി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫൈബറിന്റെ ഒരു സംഭവമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത് അത് സ്റ്റീലല്ല, ഇവിടെ അരൂർ തുറവൂർ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതൊരു ഫൈബർ ഗ്ലാസിന്റെ സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ശേഷം കമ്പി മരത്തെ ലൈറ്റ് വെയിറ്റും ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്ട്രോങ് കൂടുതലാന്നൊക്കെ പറയുന്നുണ്ട്. അതേമാതിരത്തെ ഒരു സംഭവം തന്നെയാണ് ഈ യു ടൈപ്പ് ഗാർഡർ. ഈ യു ടൈപ്പ് ഗാർഡർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് UHPFRC എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീ എൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ആ സംഭവം ഉപയോഗിച്ചിട്ടാണ് ഈ യു ടൈപ്പ് ഗാർഡർ ഉണ്ടാക്കിയത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തട്ടുന്ന സമയത്ത് നമ്മൾ വല്ല ഇരുമ്പിന്റെ ഇതുമ്പോൾ തട്ടിയ മാതിരിയാട്ടോ അത്രയും ഒരു ഒച്ച വരുന്നത്. ഇത് കോൺക്രീറ്റ് അല്ല, അതൊരു പ്രത്യേക ടൈപ്പ് കോൺക്രീറ്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ് ടൈപ്പ് കമ്പി കണ്ടമായിട്ടുള്ള ഒരു സംഭവമാണിത്. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ നടന്നുകൊണ്ട് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അവിടെ ലോഞ്ചിങ് നടക്കുന്നത്. ഇനി അടുത്ത് പാലോറമല എന്ന സ്ഥലമാട്ടോ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് എക്സിറ്റ് എടുക്കണം. അതെങ്ങോട്ട് പോകണമെന്ന് പാലോറമല, കോരപ്പുഴ, പറമ്പത്ത് ഈ ഭാഗത്ത് പോകുന്ന ആളുകൾ ഇവിടുന്ന് എക്സിറ്റ് എടുക്കണം. അപ്പോൾ ബൈക്കുകാർ എങ്ങനെ പോകും? പക്ഷേ ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് 6 വരിപ്പാതിൽ കയറാൻ പറ്റില്ല. കാരണം ഇത് നേരെ ചെന്ന് നിൽക്കുന്നത് കോരപ്പുഴ പാലത്തിൻ്റെ അവിടെയാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ സർവീസ് റോഡില്ല. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഈ വിഷയങ്ങളുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ പുറക്കാട്ടിരി പാലം കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ഇനി പോകുന്നത് കോരപ്പുഴ പാലത്തിൻ്റെ മുകൾക്കാണ്. അപ്പോൾ അതിന് മുമ്പുള്ള എക്സിറ്റിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 6 വരിപ്പാതിൽ കയറാൻ പറ്റില്ല. ഇവിടെ സംഭവം നിങ്ങളുണ്ടോ? ആ ലോറി നിർത്തുന്നത് അവിടെ എക്സിറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടുന്ന് എക്സിറ്റ് ആരോ മാർക്ക് ഉണ്ട് ഇങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ പിന്നെ എൻട്രിൻ്റെ ആരോ മാർക്കും ഉണ്ട്. കാരണം ഈ സർവീസ് റോഡ് നേരെ കോരപ്പുഴ വരെ പോകണല്ലോ, അവിടെ നിന്ന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ച് വഴി വരണം, വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറാം. പിന്നെ പോലെ തന്നെ ഇവിടെ നിന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന നോക്കിയാൽ നിങ്ങൾ 1 വേ എന്നുള്ള നിലക്ക് മാത്രമാണ് സർവീസ് റോഡിൽ മാർക്കിംഗ് വന്നുള്ളത്. ഇവിടെയും 2 വേ എന്നുള്ള മാർക്കിംഗ് വേണം ശരിക്കും. കണ്ട് ഇതൊക്കെയാണ് ഓരോ സംഭവങ്ങൾ. ഇനി നേരെ കോരപ്പുഴ കേട്ടോ. വരുന്ന സമയത്ത് നമ്മൾ സർവീസ് റോഡിൽ യാത്ര ചെയ്യുന്ന ബൈക്കുകാർ എന്തായാലും 6 വരിപ്പാതയുടെ കയറാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം പാലം വരുമ്പോഴൊന്നും സർവീസ് റോഡില്ല. അപ്പോൾ എന്തായാലും 6 വരിപ്പാത കയറി. ഇപ്പോൾ ഇവിടെ തന്നെ പാലോറമല കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോരുമ്പം 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യണം. കാരണം ഇവിടെ താഴ്ത്തിക്കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് സർവീസ് റോഡ് കൂടെ വന്ന് 6 വരിപ്പാത കയറാനില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ള ഒരു വ്യക്തത കിട്ടാത്തമാരാണ് ജനങ്ങൾക്ക്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു സർവീസ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാട്ടോ. അപ്പൊ ഇനി അടുത്തത് കോരപ്പുഴയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പുറക്കാട്ടിരി ഭാഗത്തുള്ള 2ാമത്തെ പാലത്തിന്റെ പണികൾ കണ്ടു. ഒരു സൈഡിൽ പണി നടക്കുന്നത്. അതിൽ ഏകദേശം 3/4 ഭാഗത്തോളം യു ഗാർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇനി കോരപ്പുഴ ഭാഗത്താണ് പണി നടക്കുന്നത്. അതുപോലെ തന്നെ ഈ 4 പാലങ്ങളിൽ 2 സ്ഥലത്താണ് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് PSC ഗാർഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഒന്ന് അറപ്പുഴ പാലം, അതുപോലെ തന്നെ കോരപ്പുഴ പാലവും. ബാക്കി 2 പാലത്തിന്റെ അവിടെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചുള്ള മാമ്പുഴ പാലം, അതുപോലെ തന്നെ പുറക്കാട്ടിരി പാലം. കാരണം അത് മണ്ണ് പുഴയിലേക്ക് ഇറക്കിയിട്ടാണ് പണികൾ നടത്തിയത്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള പുഴയായതുകൊണ്ടാണ് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് PSC ഗാർഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിരിക്കുന്നത് വെച്ചാൽ 3 വരിപ്പാതന്റെ ഭാഗത്തുള്ള പാലത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ട് 2 ഭാഗത്തേക്കുള്ള ഗതാഗതം അതിൽ കൂടെയാണ്. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്തു കൂടെയൊക്കെ സഞ്ചരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധയാണ്. കാരണം ഒരേ സൈഡിൽ കൂടെയാണ് 2 ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കോരപ്പുഴ പുതിയതായിട്ട് നിർമ്മിച്ച 3 വരിപ്പാലം നിർമ്മിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നീട് അത് നിർത്തിവെച്ചാണ് പിന്നീട് ഇപ്പോൾ 2ാമത് പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്തും
യു ടൈപ്പ് ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് പാലത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പൊ എല്ലാ സ്ഥലത്തും ഇതേമാതിരി തന്നെയാണ്. പാലം എത്തുന്നത് വരെ മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ. പാലം എത്തുമ്പോൾ സർവീസ് റോഡിൽ നിന്നും വീണ്ടും ആറുവരിപ്പാതയിൽ കയറുക. പിന്നീട് പാലം കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമതും സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് ബൈക്ക് ഓട്ടോറിക്ഷ യാത്ര തുടരുക. അങ്ങനെയാണ് നിയമം. ദേശീയപാത 66 കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് കടന്നു പോകുന്നത്. അതിൽ 3 സ്ഥലങ്ങളിൽ മാത്രമേ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. മലപ്പുറം ജില്ലയിലെ 2 റീച്ചും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ 1 റീച്ചും കാസർഗോഡ് ജില്ലയിലെ ആദ്യ റീച്ചും മാത്രമേ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അതിൽ കാസർഗോഡ് മാത്രമേ സർവീസ് റോഡ് പല സ്ഥലത്തും 2 വേ ആയി മാർക്ക് ചെയ്തിട്ടുള്ളൂ. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും 2 വേ ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല, 1 വേ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ 2 വേ എന്നുള്ള രീതിയിൽ വാഹനം സർവീസ് റോഡിൽ ഓടിക്കരുത്. അതുപോലെ തന്നെ ആറുവരിപ്പാതയിൽ കയറി കഴിഞ്ഞാൽ ലൈൻ ട്രാഫിക് നിർബന്ധമായിട്ട് പാലിക്കണം. നിയമം പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.